ഹായ് എവ്രി വൺ, ഞാൻ ശില്പ. എൻട്രിയുടെ യോഗ TTC പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെജോറിറ്റി ആളുകൾക്കും യോഗയുടെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ യോഗ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. മോസ്റ്റ് വിസിബിൾ ഫോം ഓഫ് യോഗ എന്ന് പറയുന്നത് ആസനാസ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ പോസ്ചേഴ്സ് മാത്രമാണ് യോഗ എന്നാണ് മിക്കവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എനിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഫ്ലെക്സിബിൾ അല്ല, അതുകൊണ്ടും എനിക്ക് പറ്റില്ല യോഗ. ഇങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഒരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതെല്ലാം. അപ്പോൾ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഞാൻ യോഗ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി തരാം. യോഗ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ മൈൻഡിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ട്രെയിൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ്. ആദ്യത്തേതാണ് ബോഡി, അപ്പോൾ അവിടെയാണ് നമുക്ക് ആസനാസ് വരിക. രണ്ടാമത്തേതാണ് ബ്രീതിങ്, അവിടെ നമുക്ക് പ്രാണായാമയുടെ ഹെൽപ്പ് വേണം. അങ്ങനെ ഈ രണ്ട് ടൂൾസിൻ്റെയും സപ്പോർട്ടോടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് യോഗ. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഫിസിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: നമ്മുടെ മാക്സിമം ലൈഫ് ബെറ്റർ ക്ലാരിറ്റി വരുത്താനും അതോടൊപ്പം സഫറിങ്സിനെ റെഡ്യൂസ് ചെയ്യാനുമാണ് നമ്മൾ മൈൻഡിന് ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു മാസ്റ്ററി ആവശ്യം. നമ്മുടെ ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ 10th പാസ്സാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു 18 വയസ്സ് കഴിഞ്ഞിരിക്കേണ്ടതും നിർബന്ധമാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഓൾറെഡി ഒരു യോഗ പ്രാക്ടീഷണർ ആണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇവിടെ പഠിപ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ കൂടി എളുപ്പത്തിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു പ്രാക്ടീഷണർക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പുതുതായിട്ട് നിങ്ങൾ അറിയാൻ പോകുന്നത് കുറേ അധികം തിയറി ബേസ്ഡ് കാര്യങ്ങളായിരിക്കും യോഗയെക്കുറിച്ച് അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രാക്ടീസിലൂടെ ഈ തിയറി എല്ലാം അപ്ലൈ ചെയ്തും അതോടൊപ്പം തന്നെ ഒരു പ്രാക്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കോഴ്സ് ചെയ്തു പോകാനും അതിനുശേഷം പഠിപ്പിക്കാനും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ ആസ്പെക്ട്സിൽ മാത്രം അല്ലാതെ നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് യോഗ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനർ ആകാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ആദ്യമേ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഈസ് ഓൾവേസ് ഗിവൺ ഇമ്പോർട്ടൻസ്. നമ്മൾ ആസനാസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇവിടെ കാര്യമില്ല. ഡെഫിനറ്റ്ലി ഫിസിക്കൽ പോസ്ചേഴ്സിന് ഒരു റോൾ ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേജസ്, ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ യോഗ. അതിൻ്റെ ഇനീഷ്യൽ ഭാഗം മാത്രമാണ് ആസനാസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോസ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആസനാസ് മാസ്റ്റർ ചെയ്ത് അതിന് ശേഷം നമ്മൾ കടക്കുന്ന നെക്സ്റ്റ് ലെവലാണ് ബ്രീതിങ് അല്ലെങ്കിൽ പ്രാണായാമ എന്ന് പറയുന്നത്. അതും മാസ്റ്ററായി കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് വി ആർ മൂവിങ് ഇൻ ടു ദ ഡീപ്പർ ലെയേഴ്സ്. അവിടെയാണ് നമുക്ക് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഒരു റിയൽ പേർപ്പസ് ഓഫ് യോഗ എന്ന് പറയുന്നത് ആസനാസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയിൽ മാത്രമല്ല ഇരിക്കുന്നത്. എപ്പോഴും യോഗ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓവറോൾ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ്. അതായത് ദർ ഇസ് ഇമ്പോർട്ടൻസ് ഗിവൺ ടു യുവർ ബോഡി, അതേപോലെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജസ്റ്റ് ആസനാസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല യോഗയിലുള്ളത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഡെഫിനറ്റ്ലി നമ്മൾ യോഗയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൗണ്ടർ പോസ്ചേഴ്സിനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പോസ്ചർ ചെയ്യുവാണ്, അത് നമ്മുടെ പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തെ ബോഡി അതിൻ്റെ ആ മസിൽസിനെയാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെച്ച് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബേസിക്കലി അതെന്താണെന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സർവാംഗാസന അല്ലെങ്കിൽ ഷോൾഡർ സ്റ്റാൻഡ് എന്ന് ചോദിച്ചതുപോലെ അതൊരു ഇൻവേർഷൻ പോസ്ചറാണ്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്ക് റീജിയനും അതേപോലെ ചെസ്റ്റ് റീജിയനും നല്ലോണം കംപ്രസ് ആവുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് റിലാക്സ് ആകുമ്പോഴേക്കും ഫിഷ് പോസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റീജിയനും അഗൈൻ ദ ത്രോട്ട് റീജിയൻ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു പോസ്ചറാണ്. ബേസിക്കലി ഒരു തൊറാസിക് ഓപ്പണറാണ് ഫിഷ് പോസ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്പൈനിനെ അഗൈൻ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്തു, അപ്പോൾ ലെഫ്റ്റിലോട്ടും ട്വിസ്റ്റ് ചെയ്യുന്നത് അഗൈൻ ഫോർ ദ ബാലൻസ്. അതേപോലെ തന്നെയാണ് നമ്മൾ യോഗയുടെ കൺസെപ്റ്റ് ക്ലാസ്സസ് നിങ്ങളെടുത്ത് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക ശ്രദ്ധിക്കണം.